നമസ്കാരം, എല്ലാ മാന്യപ്രേക്ഷകർക്കും പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ഞാൻ സുനീഷ് തമ്പാൻ. ഇന്ന് നമ്മുടെ 57ാമത്തെ എപ്പിസോഡാണ്. നമുക്ക് പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ട നമ്പർ പറയാം: 8086 89 70 30. ഒന്നുകൂടി പറയാം: 8086 89 70 30. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് 17/4/2024 അതായത് 8ൻ്റെ ഒരു പവർഫുള്ളായിട്ടുള്ള ദിവസമാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്ന് എന്താണ് 8ൻ്റെ എനർജീനെ കുറിച്ചിട്ട് നമുക്ക് പറയാം. അതായത് സ്പെഷ്യലി 17ൻ്റെ കുറിച്ചിട്ട്, പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു വെച്ച 2ൻ്റെ റിപ്പീറ്റേഷനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും പറയാൻ ബാക്കിയുണ്ട്. മുമ്പിലുള്ള എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലാകും. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു കോൾ വന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കോളിലേക്ക് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. കേൾക്കാം, പറഞ്ഞോളൂ. ആരാണ്? ഞാൻ കാശിനാഥനാണ്. കാശിനാഥ്. എവിടെ? ഏവൂർ. ഓക്കെ, കാശിനാഥൻ. ഓക്കെ, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. ഡേറ്റ് ഓഫ് ബർത്ത് 19/5/2011. 19/5/2011. ഓക്കെ, കാശിനാഥൻ്റെ ഇനീഷ്യൽ എന്താണ്? സെക്കൻഡ് നെയിം എന്താണ്? PS അല്ലേ? കാശിനാഥൻ PS. ഓക്കെ, ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. കാശിനാഥന് KSI ഉള്ള ഇല്ല കേട്ടോ. അതെ, കാശിനാഥൻ. ഓക്കെ, നാഥൻ. ഇനീഷ്യൽ എന്താ പറഞ്ഞത്? ഇനിഷ്യൽ PS. കാശിനാഥൻ PS. ഓക്കെ, ഒന്ന് ഹോൾഡ് ചെയ്യണേ, ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. ഓക്കെ. കേൾക്കാമോ? പേഴ്സണാലിറ്റി നമ്പർ 1, ലൈഫ് പാത്ത് നമ്പർ 1, ഒന്നിൻ്റെ ഒരു റിപ്പീറ്റേഷൻ ആയിട്ടുള്ള എനർജിയാണ്. ഓക്കെ, അപ്പോൾ പൊതുവെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം നല്ലൊരു ഡേറ്റ് ഓഫ് ബർത്താണ്. കാശിനാഥൻ PS എന്നുള്ള പേരും വലിയ ദോഷമൊന്നുമില്ല, നല്ല പേര് തന്നെ. വിദ്യാഭ്യാസപരമായിട്ടൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഒരു പേര് തന്നെയാണ്. പക്ഷേ നമുക്കത് കൂടുതൽ ലക്കിയസ്റ്റ് ആക്കണമെങ്കിൽ നമുക്ക് ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് കാശിനാഥ് നാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെസ്റ്റ് ആവും. എന്നാലും അതൊരു 100% എന്ന് പറയുന്നില്ല, എങ്കിലും പിന്നെ കുഴപ്പമില്ലാത്ത ഒരു എനർജി ആയിട്ട് വരും കാശിനാഥ്. കാശിനാഥ് PS എന്നുള്ളത് ആക്കി കഴിഞ്ഞാൽ. പിന്നെ വേറെന്താണ് അറിയേണ്ടത് കാശിനാഥന്? ഇത് കാശിനാഥനാണോ സംസാരിക്കുന്നത്? ഓക്കെ, വേറെന്താണ് അറിയേണ്ടത് കാശിനാഥൻ? വേറെ ഇനി പഠിത്തത്തില് കണക്കിനൊക്കെ ഇച്ചിരി പുറകിലോട്ടാണ്. അതിന് എന്തേലും എനിക്ക് ഇനി ഭാവിയില് വലിയ വളർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഞാൻ പറയുന്നത്, ഇത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം എന്തായാലും പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ്. ആൾക്കാരെ ലീഡ് ചെയ്യേണ്ട എനർജിയാണ്. ഇതൊക്കെ ഇതുണ്ട്. അപ്പോൾ ആ പേരിൽ ഒരു ചെറിയ മാറ്റം കൂടി വരുത്തി കഴിഞ്ഞാൽ കൂടുതൽ ഭാഗ്യത്തിനെ കൊണ്ടുവരും. അപ്പോൾ ഈ ഒരു പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മികച്ചത് ആണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത പേരാണ്. പക്ഷേ വിദ്യാഭ്യാസത്തിനൊക്കെ സപ്പോർട്ട് ചെയ്യും. ഇപ്പോഴുള്ള ഈ സമയം കണ്ടിട്ട് വിഷമിക്കേണ്ട കാര്യമില്ല. ഇനി വലിയ ക്ലാസ്സിലേക്കൊക്കെ പോകുമ്പോഴേക്കും നന്നായിട്ട് തന്നെയാണ് പഠിക്കാൻ വേണ്ടി കഴിയുക. അപ്പോൾ ഗുരുവിൻ്റെ എനർജിയാണ് അത്. ഇപ്പോൾ ഒരു ചെറിയ കാലത്തോ ഒരു ചെറിയ ഇടവേളയിലോ ഉള്ള ഒരു വിദ്യാഭ്യാസത്തിൻ്റെ അറിവ് അല്ല പറയേണ്ടത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം നമുക്ക് ഒരു ചെറിയ കാലഘട്ടത്തിൽ ഒരുപാട് ഓർമ്മയിൽ വെക്കുന്നത് മാത്രമല്ല അല്ലേ വിദ്യാഭ്യാസം. അപ്പോൾ നിങ്ങൾ ഹയർ സ്റ്റാൻഡേർഡിലേക്കൊക്കെ പോകുമ്പോഴേക്കും അതിനനുസരിച്ചിട്ടുള്ള ഉയർച്ച ഉണ്ടാവും വിദ്യാഭ്യാസത്തിൽ. ഓക്കെ, അതിന് ഡിഗ്രി അല്ലെങ്കിൽ അതിലുപരിയായിട്ട് നിങ്ങൾ പഠിക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥത്തിൽ അതിൻ്റെ എനർജി വരിക. അപ്പോൾ ഇപ്പോഴത്തെ ഒരവസ്ഥ കണ്ടിട്ട് അങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല. ഉദ്ദേശിക്കുന്ന പോലെ നല്ല രീതിയിൽ പഠിക്കാനൊക്കെ സാധിക്കും. ഇപ്പോൾ എങ്ങനെ ഗ്രേഡൊക്കെ എങ്ങനെയുണ്ട്? ഇപ്പോഴേ ഒരു 100-79 കുഴപ്പമൊന്നുമില്ല. എന്നാലും ശ്രമിക്കുക, ഇന്നും മികച്ചതാവാൻ വേണ്ടി ശ്രമിക്കുക. തീർച്ചയായിട്ടും ഇനി വലിയ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മികച്ച രീതിയിലേക്ക് പോകാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ പറ്റുമെങ്കിൽ ആ കാശിനാഥ് എന്ന രീതിയിലേക്ക് ആ പേരിനെ മാറ്റിക്കഴിഞ്ഞാൽ കൂടുതൽ ഗുണം ഉണ്ടാവും. ഓക്കെ, എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. ഓക്കെ. ഓക്കെ.
എന്തായാലും ആദ്യം തന്നെ ഒരു പവർഫുള്ളായിട്ടുള്ള എനർജിയില്ല കുട്ടിയാണെങ്കിലും പവർഫുള്ളായിട്ടുള്ള ഒരു എനർജിയുള്ള ഒരു വ്യക്തിത്വമാണ് വിളിച്ചത്. അതായത് പേഴ്സണാലിറ്റി നമ്പർ 1, ലൈഫ് പാത്ത് നമ്പർ 1. പൊതുവേ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ കിങ്ങിൻ്റെ എനർജിയാണ്. അത് ഒരു റിപ്പീറ്റായിട്ട് വരികയാണ് പേഴ്സണാലിറ്റിയിലും ലൈഫ് പാത്തിലും. പക്ഷേ അങ്ങനെ വരുമ്പോഴേക്കും കൃത്യമായിട്ടുള്ള പേരായിരിക്കണം. കുട്ടിയുടെ പേര് വ്യാഴത്തിൻ്റെ എനർജിയിലുള്ള പേരായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല, വിദ്യാഭ്യാസപരമായിട്ടൊക്കെ മെല്ലെ മെല്ലെ കയറിയിട്ട് തന്നെ പോകും. പൊതുവേ ഗുരുവിൻ്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യത്തിലുള്ള എല്ലാ കാര്യത്തിലുള്ള ഒരു വിശാലമായിട്ടുള്ള അറിവ് സ്വീകരിക്കാൻ വേണ്ടി പറ്റും. അത് എന്താ പറയുക, പല ആൾക്കാരും ചെറിയ ക്ലാസ്സുകളിൽ ഒരു ആവറേജ് ലെവലിലാണെങ്കിലും അവർ കയറി വരിക തന്നെ ചെയ്യും. അപ്പോൾ അതാണ് അതിൻ്റെ എനർജി. അത് കൂടുതൽ ലക്കിയസ്റ്റ് ആക്കാൻ വേണ്ടി ഞാൻ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ശുക്രൻ്റെ എനർജിയിലേക്ക്. ശുക്രൻ്റെ എനർജിയിലേക്ക് ആയിക്കഴിഞ്ഞാൽ എന്താണെന്ന് അറിയോ, നമ്മൾ ഈ ലോകത്തിൽ കുറച്ച് അറിയപ്പെടുക, കുറച്ച് ഫേമസ് ആകുക, സമ്മാനങ്ങൾ നേടുക, അതായത് ഒന്ന് പ്രശസ്തരാകുക തന്നെ. അപ്പോൾ ആ ഒരു എനർജിയൊക്കെ ഇതിൽ ആഡാകും. കൂടുതൽ ഗുണങ്ങളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ആ പേര് പറഞ്ഞ് കൊടുത്തത്. 17, ഇന്നത്തെ ഡേറ്റ് 17 ആണെന്ന് പറഞ്ഞു. 17ൻ്റെ പ്രത്യേകത എന്താ? 1+7 8ൻ്റെ എനർജിയാണ്, ശനിയുടെ എനർജിയാണ്. ശനിയുടെ തന്നെ ഒരു സാമ്പത്തികപരമായിട്ടും ഒക്കെ മികവ് കാണിക്കുന്ന ഒരു എനർജി കൂടിയാണ് 17. അപ്പോൾ നമുക്ക് അടുത്തൊരു കോൾ വന്ന് വെയിറ്റ് ചെയ്യേണ്ടത്. നമുക്ക് കോളിലേക്ക് പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, കേൾക്കാമോ? ആരാണ് സംസാരിക്കുന്നത്? ആരെ? സ്മിത. റേഞ്ചിൻ്റെ എന്താ പ്രശ്നമുണ്ട്? നിങ്ങളൊന്ന് കുറച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ എന്താണ്? സ്മിത കേട്ടു. എവിടെയാണ് നാട്? എവിടെയാണ്? തൃശ്ശൂർ. ഓക്കെ. ആരുടെ കാര്യം അറിയാൻ വേണ്ടിട്ടാണ് സ്മിതക്ക്? ഞാൻ മകളുടെ കാര്യം പറയാൻ വേണ്ടിട്ടായിരുന്നേ. മകളുടെ പേര് വേദശ്രീ എന്നാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ വേദശ്രീ അല്ലേ? 2022 ആണ് ഡേറ്റ് ഓഫ് ബർത്ത്. വേദശ്രീയുടെ ഇനീഷ്യൽ എന്താണ്? സെക്കൻഡ് നെയിം എന്താണ്? ഇനീഷ്യൽ ഇപ്പൊ ഇട്ടിരിക്കുന്നത് ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. പേര് എന്താണ് ശരിക്കും? ഡേറ്റ് ഓഫ് ബർത്ത് പറയും. ഡേറ്റ് ഓഫ് ബർത്ത് പറയും. 22/7/2022. 2022. വേദശ്രീ അല്ലേ? ഞങ്ങൾ ചേർത്തിരിക്കുന്നത്. ഓക്കെ. 22/7/2022 അല്ലേ ഡേറ്റ് പറഞ്ഞത്? 22/7/2022 ആണെങ്കിലാണ് പറഞ്ഞാൽ മതി. അതെ. ഓക്കെ. വേദശ്രീ. ഓക്കെ, ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം കേട്ടോ. ശരി. വേദശ്രീയുടെ അമ്മയുടെ പേരെന്താണ്? ഹലോ, സ്മിത. ഓക്കെ, ഇപ്പോൾ സ്മിത തന്നെയാണ് സംസാരിക്കുന്നത്. ഓക്കെ, അച്ഛൻ്റെ പേരെന്താണ്? അച്ഛന്റെ പേര് വിശ്വംഭരൻ. VISWAMBARAN. ഓക്കെ, വിശ്വംഭരൻ. ഒന്ന് ചെക്ക് ചെയ്യട്ടെ, ഒന്ന് ഹോൾഡ് ചെയ്യണം. ഈ കേൾക്കാമോ? ഈ വിശ്വംഭരൻ എന്നുള്ളതിന്റെ സ്പെല്ലിങ് VISWAMBARAN. ഓക്കെ. BH ഒന്നുമില്ല അല്ലേ? ഓക്കെ. പയ്യാക്കൽ നിന്നാണ്. ഒരു കാര്യം ചെയ്തോളൂ, വേദശ്രീ വി എന്ന് പേരിടുക. അപ്പോൾ കൂടുതൽ വേദശ്രീ വി വി എന്ന് മാത്രം മതി. അത് മാത്രമാണ് മാച്ച് ആകുന്നത്. അത് ഒന്നുകൂടിയും പറയുകയാണെങ്കിൽ VEDHASRI അല്ല, SRI എന്ന് മാത്രം. അതാണ് ഏറ്റവും ബെസ്റ്റ്.
ഐ മതിയല്ലേ? ഐ മതി. ആ വേദശ്രീ VEDHSRI മതിയല്ലേ? ഐ വി വിശ്വംഭരൻ എന്നില്ലതിന്റെ വി. അപ്പോൾ കുട്ടീനെ സംബന്ധിച്ച് വിശ്വംഭരൻ മുഴുവനായിട്ട് ചേർക്കണ്ട, ഇതിൽ എനർജിയിൽ എത്ര ഇതായിട്ട് കാണുന്നില്ല. വി എന്ന് പറഞ്ഞാൽ ചേർക്കാൻ പറ്റുമോ? വിശ്വം അല്ലേ? VISWAM പറ്റുമോന്ന് അറിയാനോ? ആധാർ കാർഡിൽ കൊടുക്കാൻ വേണ്ടിട്ടായിരുന്നേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ അത് ഓക്കെ വി എന്ന് ചേർക്കുക. അപ്പോൾ ഞാൻ പാസ്പോർട്ടിലൊക്കെ വിശ്വംഭരൻ തന്നെ വരുക. വിശ്വംഭരൻ എന്നുള്ളതിൻ്റെ സ്പെല്ലിങ് VISWMBARAN അല്ലേ? അങ്ങനെ വരുമ്പോഴേക്കും വിശ്വന്ന് ശരിയാവുന്നില്ല. വിശ്വംഭരൻ എന്നുള്ള പേര് വെക്കുകയാണെങ്കിലും കുഴപ്പമില്ല. അതുകൊണ്ട് വി എന്ന് മാത്രം വെക്കുക. അതിനുശേഷം അത് ഫുൾ ഫോം ആയിട്ട് വിശ്വംഭരൻ എന്ന് വന്നു കഴിഞ്ഞാലും കുട്ടിക്ക് നല്ലതാണ് കേട്ടോ. ഏത് വിശ്വംഭരൻ ആയാലും കുഴപ്പമില്ല. അതിൽ BH ഇല്ല, BA എന്ന് മാത്രമേ ഉള്ളൂ വിശ്വംഭരൻ കേട്ടോ. നിങ്ങൾ റേഞ്ചിലെടുക്ക പോയി നിൽക്കൂ. അത് ഞാൻ ഒന്നും കൂടി ഞാൻ പറയാം. VISWAMBARAN കേട്ടോ. അപ്പോൾ അത് സ്പെല്ലിങ് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. സ്കൂളിൽ ചേർക്കുമ്പോൾ വി എന്ന് മാത്രം ചേർക്കുന്നതാണ് അതിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എനർജി കേട്ടോ. ഓക്കെ, അത് ദേവശ്രീ അല്ല വേദശ്രീ എന്നുള്ള SRI എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എഴുതി വെച്ചായിരുന്നോ ഈ പറഞ്ഞ കാര്യം? കുഴപ്പമുണ്ട്, ശരിയാവില്ല നേരം. SRI വി ഇനീഷ്യൽ ബി മാത്രം ഇട്ടാണ്. ഓക്കെ, എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. അപ്പോൾ വേദശ്രീയുടെ അമ്മയാണ് വിളിച്ചത്. തീർച്ചയായിട്ടും നമുക്ക് ഈ പ്രോഗ്രാമിനിടയിൽ ഒരു മികച്ച പേര് നൽകാൻ പറ്റിയതിലും വളരെ സന്തോഷമുണ്ട്. നമുക്ക് ചെറിയൊരു ബ്രേക്കിന് പോകേണ്ട സമയം, ബ്രേക്കിന് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. ഓക്കെ. വെൽക്കം ബാക്ക് ടു പേരിൻ്റെ വിസ്മയം. നമുക്ക് ഒരു കോള് വന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കോളിലേക്ക് തന്നെ പോവാം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ആരാണ്? നീതു. ഓക്കെ, നീതു എവിടെ നിന്നാണ്? എറണാകുളം കാര്യമാണല്ലേ. ഓക്കെ, നീതുവിന്റെ കാര്യം അറിയാൻ വേണ്ടിട്ടാണോ? ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ നീതു. 4/10/2002. ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. നീതുവിന്റെ ഇനീഷ്യൽ എന്താ, സെക്കൻഡ് നെയിം എന്താ? നീതു എന്നില്ലതിന്റെ ഇനീഷ്യൽ അല്ലെങ്കിൽ സെക്കൻഡ് നെയിം എന്താണ് കൊടുത്തിരിക്കുന്നത്? നീതു ഒന്ന് കഴിഞ്ഞിട്ട് എന്നെ സ്കൂളിലൊക്കെ എന്ത് പേരാണ് ഇട്ടിരിക്കുന്നത്? ഇനീഷ്യൽ ആണോ, എന്ത് പേരാണ് ഇട്ടിരിക്കുന്നത്? അല്ല, എന്താണ് ഇട്ടിരിക്കുന്നത്? വീട്ടുപേരല്ല ഞാൻ ചോദിക്കുന്നത്. നിങ്ങളുടെ പേരിന്റെ കൂടെ ഇപ്പോഴെന്താണ് ഉള്ളത്? നിങ്ങളുടെ സ്കൂളിൽ എന്താണ് വിളിക്കുന്നത്? അല്ലെങ്കിൽ എന്താണ് SSLC ബുക്കിൽ നിങ്ങളുടെ പേരെന്താണ്? അതിന്റെ കൂടെ ഒരു ഇനീഷ്യൽ ഉണ്ടാവും എന്തായാലും. ഗോപാലൻ. അതാണ് പേര് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് നിങ്ങളുടെ ഫുൾ ആയിട്ടുള്ള പേര് ഇതാണ് പറയേണ്ടത്. നീതു ഗോപാലൻ അല്ലേ? നീതു ഗോപാലൻ. വേറെ ഒന്നുമില്ലല്ലോ അതിന്റെ കൂടെ ഇനീഷ്യല്? ഇല്ല. ഓക്കെ, ഒന്ന് ഹോൾഡ് ചെയ്യണേ, ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. ഹലോ, കേൾക്കാമോ? ഹലോ. അപ്പോൾ പേഴ്സണാലിറ്റി നമ്പർ 4, ലൈഫ് പാത്ത് നമ്പർ 9 നല്ല ആക്റ്റീവ് ആയിട്ടുള്ള എനർജിയൊക്കെ തന്നെയാണ്. പക്ഷേ നീതു ഗോപാലൻ എന്നുള്ള ആ ഒരു പേരും ഫോറിൻ്റെ എനർജി തന്നെയാണ്. വലിയ കുഴപ്പമില്ല, എപ്പോൾ ആവറേജ് ആയിട്ടുള്ള ഒരു പേരാണെന്നേ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ബെസ്റ്റ് അല്ല അത്. ഓക്കെ, അപ്പോൾ അതിന് ബെസ്റ്റ് ആക്കാൻ അമ്മയുടെ പേരെന്താണ്?
ശാന്ത. ശാന്തല്ല, തങ്ക. എന്തോ സൗണ്ട് ഭയങ്കര എക്കോ ആയിട്ടാണ് വരുന്നത്. നിങ്ങൾ മൈക്ക് അല്ല സ്പീക്കർ ഓൺ ചെയ്തിട്ടാണോ ഉള്ളത്? അല്ല, എത്തിട്ടുണ്ട്. ഹലോ. ആ അതെ അതെ, ക്ലിയർ ആയിട്ട് പറയൂ, കാരണം ഇത് പ്രോഗ്രാം ആൾക്കാർ കാണുന്നല്ലേ. ഓക്കെ. പിന്നെ അമ്മയുടെ പേരെന്താണ് പറഞ്ഞത്? കങ്ക. കെ അല്ലേ? കെയിൽ സ്റ്റാർട്ടിങ്. അപ്പോൾ ആ പേര് ശരിയാവും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീതു കെ ഗോപാലൻ എന്ന് വന്നു കഴിഞ്ഞാൽ ബെസ്റ്റ് ആയിട്ടുള്ളൊരു പേരാകും കേട്ടോ. അപ്പോൾ അത് കൂടുതൽ ഭാഗ്യത്തിന് അട്രാക്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു പേരായി. അപ്പോൾ നീതു കെ ഗോപാലൻ വെക്കുക. അപ്പോൾ അത് ലീഗലി തന്നെ മാറ്റാൻ വേണ്ടി പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതായി. വളരെ പവർഫുള്ളായിട്ടുള്ളൊരു പേരാണ്. ഭാഗ്യത്തിനൊക്കെ അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പവർഫുള്ളായിട്ടുള്ള പേരാണ്. ഓക്കെ, പിന്നെ വേറെന്താണ് അറിയേണ്ടത് നീതുവിന്? ഇത് തന്നെ മെയിനായിട്ട് അറിയേണ്ടത് നമ്മുടെ പേരിൻ്റെ വിസ്മയത്തിൽ വിളിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, തീർച്ചയായിട്ടും പിന്നെ മുമ്പിൽ ഇപ്പോൾ ഉണ്ടായിരുന്ന പേരിൻ്റെ എനർജി എന്തായാലും പറയാം. അതായത് അത് രാഹുവിൻ്റെ എനർജിയിലാണ്. അപ്പോൾ അതിൽ ഉയർച്ച ഉണ്ടാവില്ല എന്ന് അർത്ഥമില്ല. അപ്രതീക്ഷിതമായിട്ട് ചില ഉയർച്ചകളുണ്ടാവും. അതുപോലെ നമുക്ക് അപ്രതീക്ഷിതമായിട്ട് ചില താഴ്ചകളും ഉണ്ടാവും. നമുക്ക് ലൈഫ് ഒരു സ്റ്റെബിലിറ്റി കിട്ടില്ല, മനസ്സിലായോ? ഉയർച്ച താഴ്ച അങ്ങനെയില്ല. അപ്പം ഈ ഒരു പേരിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് കൂടുതൽ നല്ല അനുഭവം, ഭാഗ്യാനുഭവം, ആഗ്രഹ സാധ്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള പേരാണിത്. അപ്പോൾ ഈ പേര് വെച്ചുകൊണ്ട് പോകുമ്പോഴേക്കും നമുക്ക് കൂടുതൽ നമ്മുടെ ജീവിതത്തിലേക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഭാഗ്യത്തിന് അമ്മയുടെ പേര് കൂടി ആഡ് ചെയ്യുമ്പോഴേക്കും ആ രാഹുവിൻ്റെ എനർജി മാറി ശുക്രൻ്റെ എനർജിയിലേക്ക് വന്നു പേര്. മനസ്സിലായോ? അപ്പോൾ ചെറിയ മാറ്റം കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ അതിനെ എല്ലാ സ്ഥലത്തും മാക്സിമം എങ്ങനെ അത് എല്ലാ സ്ഥലത്തും എത്തിക്കുക എന്നുള്ളത് നിങ്ങളുടെ കടമയാണ്. ഓക്കെ, അതുപോലെ ഫോളോ ചെയ്യുക. എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. നീതു എറണാകുളത്ത് നിന്ന് വിളിച്ചതാണ്. പേഴ്സണാലിറ്റി നമ്പർ 4, ലൈഫ് പാത്ത് നമ്പർ 9 ആയിരുന്നു ആ കുട്ടിയുടേത്. പക്ഷേ പേരും വീണ്ടും രാഹുവിൻ്റെ എനർജിയിൽ. അപ്പോൾ അത് പിന്നെ പല ആൾക്കാരും അങ്ങനെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. നമ്മുടെ പേരിൻ്റെ എനർജി ബർത്ത് ഡേറ്റിൻ്റെ അതേ ദിവസം തന്നെ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റാണെന്നാണ്. ചിലത് നല്ലതാണ്, എന്നാൽ പകുതിയിലധികവും ദോഷമായിട്ടാണ്. ഇപ്പോൾ ഈ കേസിൽ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു ബെസ്റ്റല്ല. അപ്പോൾ അതിന് ബെസ്റ്റ് നമ്മൾ ആക്കി കൊടുത്തു. ഇന്ന് എന്തുകൊണ്ടാണെന്നറിയില്ല, നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളിൽ കൂടുതലും നമുക്ക് ആഗ്രഹിക്കുന്ന പോലെ എന്താ പറയുക, മികച്ച പേരുകൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അത് നമുക്ക് എന്താ പറയുക, ഒരു ദിവസം ചെയ്യണമെന്ന് കരുതി കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല. ചില അവസരങ്ങളിൽ അതുപോലെ ഇപ്പം ആ കുട്ടിയുടെ അമ്മയുടെ പേര് കെ എന്ന എനർജിയിൽ നമുക്ക് കിട്ടി. അതുകൊണ്ടാണ് നമുക്കത് ഈസി ആയിട്ട് സാധിച്ചത്. എന്തായാലും നമുക്ക് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 17ൻ്റെ കുറിച്ചിട്ടാണ്. ഇന്നത്തെ ഡേറ്റ് 17. അപ്പോൾ 8ൻ്റെ എനർജിയാണെന്ന് ഞാൻ പറഞ്ഞു. 8ൻ്റെ തന്നെ കുറേ എനർജി ആണ്. 8, 17, 26 ഇതാണ് പേഴ്സണാലിറ്റി മെയിനായിട്ട് 8ൻ്റെ എനർജി. അതിൽ 17 എന്നത് കുറച്ചുകൂടി ലീഡർഷിപ്പ് ക്വാളിറ്റിയും അതുപോലെ ആൾക്കാരെ മനസ്സിലാക്കാനും വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു 2 സ്റ്റെപ്പ് മുൻപിലെങ്കിലും കണ്ടറിയാനും പറ്റുന്ന ഒരു എനർജിയാണ്. അതായത് ക്ലിയർ ആയിട്ടുള്ള ഒരു ലീഡറിൻ്റെ എനർജിയാണെന്ന് ചുരുക്കം. അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു നമ്പർ കൂടിയാണ് 17. പക്ഷേ ഇത്രയും പവർഫുള്ളൊക്കെ ആണ്. അത് ഒരു കൃത്യമല്ലാത്ത പേരാണെങ്കിലോ അവർക്ക് ഒരുപാട് ഉയർച്ച താഴ്ചകൾ അല്ലെങ്കിൽ ജീവിതം ഒരുപാട് പരീക്ഷണങ്ങൾ നൽകും. കാരണം ശനിയുടെ എനർജി എന്താണ്? അത് പിന്നെ ചെറിയ തെറ്റാണെങ്കിൽ പോലും ശിക്ഷ തരുന്ന എനർജിയാണ് ശനി. അതുപോലെ നിങ്ങൾ കൃത്യമാണെങ്കിൽ നിങ്ങളെ ഒരാൾക്കും തടയാതെ മുന്നോട്ട് പോകുകയും ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്തൊരു കോൾ വന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കോളിലേക്ക് തന്നെ പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഞാൻ നെടുമങ്ങാടുന്ന് മഞ്ജു ആണ്. നെടുമങ്ങാടുന്ന് മഞ്ജു അല്ലേ? മഞ്ജു ആരുടെ കാര്യം അറിയാനാണ് മഞ്ജുവിന്? 3 പേരെ നെയിം അറിയാൻ കരുതിയാണ്. 3 പേരുടേത് എന്തായാലും പറയാൻ പറ്റില്ല. കുറേ പേര് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരാളുടെ നമുക്കിപ്പോൾ ചെയ്യാം. നമിത ചിത്ത്. എന്താണ്? നമിത ചിത്ത് ആർവി. നമിത ജിത്ത്. നമിത ജിത്ത് ആർവി. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. നമിത ജിത്തിൻ്റെ 7/9. എത്ര?
ഡേറ്റ് ഓഫ് ബർത്ത് 7/9/2006. 7/9/2006. ഓക്കെ, ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. ഒന്ന് ഹോൾഡ് ചെയ്യാം. ഓക്കെ ഓക്കെ. നമിതാജിത്ത് അല്ലേ? നമിതാജിത്ത്. RV എന്നല്ലേ പറഞ്ഞത് ഇനീഷ്യല്? ഓക്കെ. അപ്പോൾ പിന്നെ അത് ഒരു കുഴപ്പമില്ലാത്ത പേര് എന്ന് മാത്രമേ പറയാനുള്ളൂ. വലിയ ഗുണങ്ങൾ അതിൽ പറയാനില്ല. അതും രാഹുവിൻ്റെ എനർജിയിലാണ് ഇന്ന് വന്ന 2-3 ഗോളിൽ അതേ സെയിം ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ രാഹുവിൻ്റെ എനർജിയിലുള്ള പേരാണ്. അപ്പോൾ രാഹുവിൻ്റെ എനർജിയിലാണെങ്കിലും കുട്ടീനെ സംബന്ധിച്ചിടത്തോളം പേഴ്സണാലിറ്റിയിൽ 7 ആയതുകൊണ്ട് കുഴപ്പമില്ല. അതാണ് ഞാൻ പറഞ്ഞ ആവറേജ് ആയിട്ടുള്ള പേരാണ്. മറ്റു ആർക്കെങ്കിലും ആണെങ്കിൽ വളരെ ദോഷമുള്ള ഒരു പേരാണ്. പക്ഷേ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ആവറേജ് ആയിട്ടുള്ള പേരാണ്. അപ്പോൾ അതിനെ നമുക്ക് ബെസ്റ്റാക്കാൻ നോക്കണോ? എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഹലോ, പേരിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ പ്ലാൻ ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല, അതിന് ഈ പേരിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് അറിയാനാ വിളിച്ചത്. അതെ, അത് ഒരു സാധാ ആവറേജ് പേര്. അത് നിങ്ങനെ ഭാഗ്യദായകമാക്കി കഴിഞ്ഞാലാണ് അതിന് യഥാർത്ഥ ഗുണം ഉണ്ടാവുക. നമിത NAMITHA JITH. ഈ RV എന്നുള്ളത് എന്താണ്? വീട്ടുപേരാണോ? അതെ, ഇനീഷ്യൽ എന്താണ്? വീട്ടുപേരിനെ ഉദ്ദേശിച്ചാണോ? അല്ല, ഇനിഷ്യല് ഫാദർ നെയിം, മദർ നെയിം. അതെ. ഓക്കെ. ആർ എന്ന് പറഞ്ഞ ഓക്കെ, ആർ രഞ്ജിത്ത്. ഓക്കെ. അപ്പോൾ അത് കുറച്ചുകൂടി ഒരു ലക്കിയസ്റ്റ് ആയിട്ടുള്ള പേരാകണമെങ്കിൽ നമിത രഞ്ജിത്ത് RENJITH ആണോ? പിന്നെ V എന്ന് കൂടി ഇടുക. അപ്പോൾ ഒരു ലക്കിയസ്റ്റ് ആയിട്ടുള്ള പേരായിട്ട് വരും അത്. അതെ, പണ്ട് നിങ്ങൾ രഞ്ജിത്തിൻ്റെ ജിത്ത് എന്ന് മാത്രം ആഡ് ചെയ്തത് രഞ്ജിത്ത് തന്നെ ആഡ് ചെയ്യുക. എന്നിട്ട് അമ്മയുടെ പേരിൻ്റെ V കൂടി ആഡ് ചെയ്യുക. അത് ഇനീഷ്യൽ ആയിട്ട് ലെറ്റർ മാത്രം ആഡ് ചെയ്യുക. അപ്പോൾ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ലക്കിയസ്റ്റ് ആയിട്ടുള്ള പേരാവും. നമിത ജിത്ത് എന്നില്ല, നമിത രഞ്ജിത്ത് V മാത്രം. ആറില്ല, പിന്നെ V എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എഴുതി വെക്കുക. അതായത് നമിത രഞ്ജിത്ത് V. കേട്ടായിരുന്നോ? നമിത രഞ്ജിത്ത് V. ഓക്കെ, ശരി. അപ്പോൾ അത് എഴുതി വെച്ചോളൂ. അത് കുട്ടിക്ക് കൂടുതൽ ഭാഗ്യത്തിനൊക്കെ അട്രാക്ട് ചെയ്യുന്ന പവർഫുൾ ആയിട്ടുള്ള ഒരു പേരാണ്. ഓക്കെ, അത് ഹാപ്പി ആയിട്ട് ഉപയോഗിക്കുക. എന്തായാലും പേരിന്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. എന്നെ മഞ്ജു ആണ് വിളിച്ചത്. ഓക്കെ മഞ്ജു, അടുത്ത പ്രാവശ്യം വിളിക്കും. നമുക്ക് ബാക്കിയുള്ള കുട്ടികളുടെയും നോക്കാം. ഓക്കെ, ശരി. അപ്പോൾ പേരിന്റെ വിസ്മയത്തിലേക്ക് 7-5 എന്ന പേഴ്സണാലിറ്റി ആയിട്ടാണ് വിളിച്ചത്. അപ്പോൾ അതിന് ഒരു ബെസ്റ്റായിട്ടുള്ള പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 4 എന്നത് ഓക്കെ എന്ന് മാത്രമേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള പേര് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. പൊതുവേ ഇന്നെന്താണെന്നറിയില്ല, കുറച്ച് ആൾക്കാർ വിളിക്കുന്നതെല്ലാം രാഹുവിൻ്റെ എനർജി ഫുൾ 4 കഴിഞ്ഞ എപ്പിസോഡിലും ഇതേ അനുഭവമായിരുന്നു. എന്തായാലും നമുക്ക് ചെറിയൊരു ബ്രേക്കിന് പോകേണ്ട സമയമായി. നമുക്ക് ബ്രേക്കിന് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം.